മുഖ്യമന്ത്രിയാവുക മാത്രമാണ് സിനിമാക്കാരുടെ ലക്ഷ്യം, അല്ലാതെ ജനസേവനം അല്ലെന്ന് തമിഴ് രാഷ്ട്രീയത്തിലേക്കുള്ള സിനിമാക്കാരുടെ കടന്നുകയറ്റത്തെ രൂക്ഷമായി വിമർശിച്ച നടൻ സത്യരാജ് രംഗത്ത്. തൊട്ടുപിന്നാലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സത്യരാജ് വാനോളം പുകഴ്ത്തുന്നുണ്ട്. മുഖ്യമന്ത്രി ആവുക മാത്രമാണ് സിനിമാക്കാരുടെ ലക്ഷ്യം, അല്ലാതെ ജനങ്ങളെ സേവിക്കുന്നതിൽ ഇവർ താല്പര്യപ്പെടുന്നില്ല എന്നും സത്യരാജ് തുറന്നടിക്കുകയാണ്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തമിഴ് രാഷ്ട്രീയത്തിലെ സിനിമാക്കാരുടെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന വെളിപ്പെടുത്തൽ സത്യരാജ് നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ആദർശധീരനെന്ന് വിശേഷിപ്പിച്ച സത്യരാജ്, നല്ല കണ്ണിനെ പോലെയുള്ള ആദർശധീരനായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തമിഴ്നാട്ടിൽ ഉണ്ടെന്നും പറയുന്നു. അത്തരത്തിൽ ജനസേവനം ലക്ഷ്യമിടുന്ന അധികാരമോഹമില്ലാത്ത നേതാക്കളെയാണ് നാടിനാവശ്യമെന്നും സത്യരാജ് കൂട്ടിച്ചേർത്തു. ഈ സിനിമാക്കാരെക്കാളും വലിയവരാണ് അവരെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. 41 വർഷത്തെ അഭിനയ ജീവിതത്തിൽ രാഷ്ട്രീയം തന്നെ ഒരു ഘട്ടത്തിലും മോഹിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണ് സത്യരാജ് സിനിമാക്കാരെ രാഷ്ട്രീയക്കാരാകുന്നതിനെ വിമർശിക്കുന്നത്. കമൽഹാസന്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് തമിഴ്നാട്ടിൽ ഇനി സിനിമാക്കാർ മുഖ്യമന്ത്രി ആകില്ല എന്നും അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാമെന്നും സത്യരാജ് പറഞ്ഞത്. മുഖ്യമന്ത്രിയാകാൻ മാത്രം രാഷ്ട്രീയക്കാരാകുന്ന സിനിമാക്കാർക്ക് ജനങ്ങളെ സേവിക്കുക എന്നത് ലക്ഷ്യമല്ല എന്നും സത്യരാജ് തുറന്നടിക്കുന്നു. തമിഴ് സൂപ്പർ താരങ്ങളായ കമൽഹാസനും രജനീകാന്തും അടുത്തിടെയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശനം നടത്തിയത്. മക്കൾ നീതി മയ്യം എന്ന പേരിൽ പാർട്ടിയുണ്ടാക്കിയ കമൽഹാസൻ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും എന്ന റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട്. രജനീകാന്ത് പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല. ഇരുവരും തമിഴ്നാട്ടിൽ സഖ്യസാധ്യതകൾ തേടുകയാണ്. നടൻ പ്രകാശ് രാജ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും എന്ന തരത്തിൽ അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ സിനിമാ താരങ്ങൾ ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനെയാണ് സത്യരാജ് കുറ്റപ്പെടുത്തുന്നത്. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലെത്തുന്നവരുടെ ലക്ഷ്യം ജനസേവനമല്ല, മറിച്ച് മുഖ്യമന്ത്രിയാവുക എന്ന ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത്. ഇനി അത് നടക്കില്ല എന്നും സത്യരാജ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പുതിയ ചിത്രമായ കാനായുടെ പ്രചരണാർത്ഥം കൊച്ചിയിൽ എത്തിയപ്പോഴാണ് തമിഴ്നാട്ടിലും കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരണമെന്ന ആഗ്രഹം സത്യരാജ് ചാനൽ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.